അമൽ ചെയ്യേണ്ടത് എന്ന് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു വചനവും ഖുർആനിൽ വെറുതെ അർത്ഥശൂന്യമാണ്. ഒന്നും ഒരു വചനം, ഓരോ വചനവും 2-3 കാര്യങ്ങൾ അമല് ചെയ്യാൻ നമ്മളോട് പറയുന്നുണ്ട്. അത് നമുക്ക് കിട്ടും. അതൊരു പക്ഷേ നിങ്ങൾക്ക് തഫ്സീറുകളിൽ നിന്ന് കിട്ടുകയില്ല, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുകയില്ല. അല്ലാഹു നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഹൃദയം സംശുദ്ധമായാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതെങ്കിൽ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരും അതിന് ഭയപ്പെടണം. അത് തന്നെ അങ്ങനെ വരും. ചിലപ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിന് വരൂ, ആദ്യങ്ങൾ ഇരിക്കുമ്പോൾ വരൂല. നിങ്ങൾ 2-3 പ്രാവശ്യം, ഞാൻ 10 പ്രാവശ്യം വഹിക്കണമെന്ന് ബോധപൂർവ്വം പറഞ്ഞതാണ്. ആദ്യത്തെ പ്രാവശ്യം കണ്ടൂല, 2ാമത്തെ പ്രാവശ്യം കണ്ടൂല. കുറേ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ അള്ളാഹുവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ നോട്ടം. നിങ്ങൾ എത്ര ഖുർആൻ പരീക്ഷയിൽ പാസ്സായി നല്ല നോക്കണില്ല, ഒരിക്കലുമില്ല. അതൊക്കെ അതിന് വിഷയമല്ല. നിങ്ങൾ എത്ര ആയത്ത് പഠിച്ചു എന്നുള്ളത് അതൊക്കെ വിഷയമല്ല. അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളുടെ കൽബിലേക്ക്. ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ നിയ്യത്ത് എന്താ? ഖുർആൻ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങളുടെ നിയ്യത്ത് എന്താ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താണുള്ളത്? നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത് ഈ ഖുർആൻ പഠിച്ച് എനിക്ക് യഥാർത്ഥ ഹിദായത്തിലെത്തണം, അത് മുഖേന എനിക്ക് സ്വർഗത്തിലെത്തണം എന്നാണോ? അതാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് നിങ്ങൾക്ക് നൽകുക. അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ശരി. അപ്പൊ ഈ ഖുർആന്റെ പരിശുദ്ധിയിൽ നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിശ്വസിക്കണം, അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇതിങ്ങനെ എല്ലാ പുസ്തകത്തിന്റെയും മേലെ വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അത് മേലെയാണ്. ഖുർആനിന്റെ അധ്യാപനങ്ങളാകണം എന്റെ ജീവിതത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്. ഖുർആനൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് വാലിമുൽ നഫ്സി എന്ന് പറഞ്ഞത്. ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട് മുഖ്തസിദാര നമ്മൾ പറഞ്ഞല്ലോ, അവൻ ഒരിക്കലും ഹറാമ് ചെയ്യാറില്ല, നന്മയാണ് ചെയ്യുക, ഹലാലേ ചെയ്യൂ. പക്ഷെ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങളൊന്നും അവൻ ചെയ്യാറില്ല. അവനാണ് മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ എന്താണ് മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അതെന്താ ചോദിച്ചാൽ, അവൻ ഖുർആൻ പാരായണം ചെയ്തു, ഖുർആനെ അവൻ ശ്രദ്ധിക്കും, ഖുർആനെ അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസണിലും നമസ്കാരങ്ങളിലും ഒക്കെ പാരായണം ചെയ്യും. മനസ്സിലായി? ഒക്കെ ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആയത്ത് കടന്നു പോകുമ്പോൾ ആ ആയത്ത് എന്നിൽ എന്താണ് പരിവർത്തനം ഉണ്ടാക്കേണ്ടത് എന്ന ബോധം അവനിലേക്ക് വരികയില്ല. അപകടമാണ് സംഗതി. നമ്മൾ ആലോചിക്കണം, ഈ ആയത്ത് ഞാൻ എന്തിനു പഠിച്ച്? പരീക്ഷ എഴുതാനാണെങ്കിൽ മാർക്ക് കിട്ടി, സമ്മാനം കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞു. അതിനാകരുതല്ലോ നമ്മുടെ പഠനം ഒരിക്കലും അതിനാകില്ല. പരീക്ഷകൾ നടന്നോട്ടെ, അതൊരു ഭൗതികമായ സിസ്റ്റമാണ്. ഈ രീതി തുടർന്നു പോകാനും നന്മക്കുമൊക്കെ പറ്റിയ ഒരു രീതിയാണ് പരീക്ഷ. പക്ഷെ പരീക്ഷയ്ക്കാകരുത് പഠനം. മറിച്ച് ഈ വചനം എന്നിലുണ്ടാക്കേണ്ട വ്യത്യാസമെന്ത്, പരിവർത്തനമെന്ത്, അതിനായിരിക്കണം. അതാണ്, അതിനായിരിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാകേണ്ടത്. നമുക്ക് ഖുർആൻ പറയുന്നത് കേവലം ഹറാമും ഹലാലും വേർതിരിക്കാനുള്ള ഒരു ഭരണഘടനയായി മാത്രം മാറിയാൽ പോലെ, മറിച്ച് എനിക്കെന്റെ റബ്ബുമായി എന്നെ കെട്ടിയിടാനുള്ള കയറായിരിക്കണം ഖുർആൻ. അവിടെ ഹബൽ എന്നുള്ളത് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചത് അൽ ഖുർആൻ അഹബലായിരിക്കണം. അഥവാ എന്റെ ഹൃദയം എവിടേക്കും തെന്നിമാറി പോകാതെ എന്നെ കെട്ടിയിടാനുള്ള ഒരു കയറായിരിക്കണം വിശുദ്ധ ഖുർആൻ. അവിടെ മുഖത്തസിന് പലപ്പോഴും അതിലേക്ക് അവൻ എത്താൻ കഴിയാറില്ല. അതാണ് അവസാനം പറഞ്ഞ സാബിഖുൻ ബിൽ ഖൈറാത്ത്, അത് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? അത് പിന്നെ വിശദീകരിക്കേണ്ടതില്ല. ഖുർആൻ അവന്റെ ജീവിതമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചില്ലേ? നബിയുടെ അടുത്ത് വന്നിട്ട് നബിയുടെ മരണാനന്തരം നബിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിച്ചില്ലേ? അവരുടെ മറുപടി കാന ഖുൽഖുഹു അൽ ഖുർആൻ എന്നായിരുന്നു. ഖുർആൻ എന്താ?
അത് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിനുള്ള ഒരു വലിയ വെളിച്ചമാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ചില അനുചരന്മാരെ നോക്കി പറയാറുണ്ടായിരുന്നു, ഖുർആനുൻ യംശി അലൽ അർദ്, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ. എത്ര മനോഹരമാണ് വാക്കെന്ന് വെച്ചു. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനുകളാകാൻ നമുക്കാവണം. അതിനായിരിക്കണം നമ്മുടെ പഠനം, അതിനായിരിക്കണം നാം പഠിപ്പിക്കേണ്ടത്, അതിനായിരിക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നാം വിജയിക്കുക. നമ്മൾ എപ്പോഴും ഓർക്കണം, ഖുർആൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ നമുക്കെതിരായ സാക്ഷിയായിരിക്കും. രണ്ടാമത്തെ സംഭവം അതോർക്കാം. ഈ ഖുർആൻ എങ്ങനെ സാക്ഷി നിൽക്കുക എന്നൊക്കെ ചോദിച്ചാൽ, ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പുസ്തകമല്ല ഓർമ്മ വരേണ്ടത്, അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലേക്ക് ഇറക്കി കൊടുത്ത വചനങ്ങൾ. അതിന്റെ സ്ഥാനം ഖൽബിലായിരുന്നു. അന്ന് കടലാസിലല്ലോ ഇല്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിട്ടോ, ഏത് ഡിവൈസിലായിരിക്കും നബി തിരുമേനിക്ക് ഖുർആൻ ചിന്തിച്ച് കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും 6600 ചില്ലാനും ഈ വചനങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇவ்விதം സംരക്ഷിക്കപ്പെട്ടു വന്നതും? എഴുത്തില്ലാത്ത, പ്രിന്റിംഗ് കലയില്ലാത്ത, ആലോചിക്കണം, എഴുത്തില്ല, എഴുത്തുപകരണങ്ങളില്ല, കടലാസുകളില്ല, പേനകളില്ല, എഴുതാനുള്ള സംവിധാനങ്ങളില്ല, പ്രിന്റിംഗ് ഇല്ല, ഒന്നുമില്ല. ഈ വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലത്ത് അല്ലാഹു റസൂലിന്റെ ഖൽബിലേക്ക്, റസൂലിനോട് പറയുന്നുണ്ട്, ഖൽബിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ വചനങ്ങൾ അതെന്തായിരിക്കും ആലോചിച്ചു? എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഡിവൈസുകൾ ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണത്. അതുകൊണ്ടാണ് അത് നിന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു ഭരണാധികാരി ഒരു ഉത്തരവിട്ടു എന്ന് വെക്കുക, ലോകത്ത് ഉള്ള മുഴുവൻ ഖുർആൻ പ്രതികളും ഇന്ന് രാത്രി ചുട്ട് കരിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചോണ്ട് വെക്കുക. ഉണ്ടാകാലോ? എന്നാലോ നാളെ ഈ പള്ളിയിലെ സുബഹിസ്കരിക്കുമ്പോ ഇമാം ഖുർആൻ ഓതില്ലേ? അതാണ് ഖുർആൻ. അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിനെ ചുട്ടുകരിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ ജന്മം. അത് ജന്മം കൊണ്ടത് അങ്ങനെയാണ്. അത് കടലാസില്ലാതെ, എഴുത്തില്ലാതെയാണ് അത് ജന്മം കൊണ്ടത്. ഇത് കടലാസിന്റെ എഴുത്തും പ്രിന്റിംഗും ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞ് ഈ സാധനം കാണിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ നശിച്ചു നോക്കുക. ലോകത്തുള്ള ഒരു ഭരണാധികാരി ഇത് മുഴുവൻ ചുട്ട് നശിപ്പിച്ചാൽ പോലും നാളെ ഇവിടുത്തെ പള്ളിയിലും അമേരിക്കയിലെ പള്ളിയിലും ഇംഗ്ലണ്ടിലെ പള്ളിയിലും പാകിസ്ഥാനിലെ പള്ളിയിലും ഒക്കെ ഖുർആൻ ഓതി നമസ്കരിക്കും. ഒരു സംശയമാണ്, ഒരു തെറ്റുമില്ലാതെ ഖുർആൻ ഓതി നമസ്കരിക്കും. ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയാണ് ഖുർആനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഖുർആൻ പഠിക്കാൻ തുനിയുന്നവർ എന്ന നിലക്ക് ഞാൻ ചിലപ്പോൾ ചില ഖുർആൻ പഠിപ്പിക്കുന്ന സെന്ററുകൾ ഉണ്ടല്ലോ, ഖുർആൻ ഹിഫ്ളൊക്കെ പഠിപ്പിക്കുന്ന സെന്ററുകൾ, അല്ലെങ്കിൽ ഖുർആൻ പഠനം പ്രധാന വിഷയമായി പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലുമുണ്ട്. അത്ഭുതകരമായ ഖുർആനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു, അത് ഒരു ഇത്തരത്തിലുള്ള ഒരു മാധ്യമം, ഒരു മീഡിയ ഇല്ലാത്ത കാലത്താണ് ഖുർആൻ അവതരിക്കുന്നത്. എന്നിട്ടും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വള്ളി വ്യത്യാസമില്ലാതെ അത് നിലനിൽക്കുന്നുണ്ട്. ഇനി അത് നശിപ്പിക്കാൻ ആർക്കും സാധ്യവുമല്ല. എന്തെങ്കിലും ഒരു കളക്കം അതിൽ വരുത്താൻ സാധ്യമല്ല. എവിടെയെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അவ்விதം എന്തോ ഒരു പ്രത്യേകമായ ദിവ്യത്വം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ഇത് പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എനിക്കറിയില്ല, ഞാനിത് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂല. അത്ഭുതം തോന്നാറുണ്ട്.
നമ്മുടെ നാട്ടിൽ സ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്കതില്ല എന്ന് തോന്നുന്നു. എഴുതുന്ന ഈ പെൻസിൽ കൊണ്ട് എഴുതുന്ന ഒരു സാധനം. പണ്ട് നമ്മുടെ നാട്ടില് ഈ ദർസുകളും വരുന്നതിന് മുമ്പ് ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഈ മൊല്ലാക്കമാരുടെ വീടുകളിലും അവരുടെ പ്രത്യേകമായ സ്ഥലങ്ങളിലും ഒക്കെയാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. അവർ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു, എഴുതിയിട്ട് സ്ലേറ്റിൽ എഴുതിയിട്ട്. ഞാൻ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് കണ്ടിട്ടുണ്ട്. അവർ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഖുർആനിൽ കാണുന്ന ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജ് അപ്രകാരം അവർ സ്ലേറ്റിൽ എഴുതിക്കും. ഈ കുട്ടിയെ കൊണ്ട് എഴുതും വായിക്കും, എഴുതും വായിക്കും, എഴുതും വായിക്കും, എഴുതും വായിക്കും. 10 തവണയാണ് എഴുതി വായിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? 10 പ്രാവശ്യം ഈ കുട്ടി അവന്റെ കൈ കൊണ്ട് എഴുതി. നമ്മൾ ഇമ്പോസിഷൻ എഴുതിയിട്ടില്ല പണ്ട് സ്കൂളിൽ. എന്തിന് ഇമ്പോസിഷൻ എഴുതിയത്? ഇമ്പോസിഷൻ എഴുതിച്ച ആ ആൻസർ പിന്നത്തെ ഏതെങ്കിലും ഒരു എക്സാമിന് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഖുർആൻ അതിമനോഹരമാണ്. ഖുർആൻ എന്താ വെച്ചാൽ, നിങ്ങൾ ചിലപ്പോ ഈ ഇപ്പൊ യൂട്യൂബുകളുടെ കാലം കണ്ടിട്ടുണ്ടാവും. അതിന്റെ അവസാനത്തെ ആദ്യത്തെ ആയത്തോതിയാൽ ആ പേജിലത്തിന് അവസാനത്തെ ആയത്തോതുന്ന കുട്ടികളെ ഞാൻ പല സാധനം കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ തീർന്നത് വെച്ചാൽ, ഇത്തരത്തിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഓരോ പേജും ഇപ്രകാരം എഴുതി അത് പഠിച്ചാൽ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തായി? ഖുർആൻ അങ്ങനെ നിന്നു. അതിന്റെ പേജ് പോലും 236-ാമത്തെ പേജിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വാക്കെന്ത് അക്ഷരം ചോദിച്ചാൽ പറയാൻ കുട്ടികളെ എന്താ കാര്യം? അവന്റെ ഉള്ളിൽ അത് രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു പഴയ പഠന പ്രക്രിയയാണെങ്കിൽ രീതിയാണെന്ന് വിചാരിക്കേണ്ട. വളരെ എഫക്റ്റീവായ ഒരു രീതിയാണ് എഴുത്തിലൂടെ പഠിപ്പിക്കുക എന്നുള്ളത്. അതും ഇതിലുള്ളതുപോലെ എഴുതി പഠിച്ചാൽ എന്താ ചോദിച്ചാൽ, ആ പേജ് അടക്കം അവന്റെ ഉള്ളിൽ വരും. ആ പേജ് മറിക്കുമ്പോൾ ഇവിടുന്ന് 10-ാമത്തെ പേജ് മറിച്ചാൽ ഉള്ള ആയത്തേതാ, 1-ാമത്തെ ആയത്തേതാന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി ഇതിവിടെ അവസാനിക്കുന്നില്ല. ഞാൻ കണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയുള്ള മനുഷ്യന്മാർ ആ കുട്ടികളാണ്. ഞാനതാണ് വിശ്വസിക്കാൻ കഴിയുമല്ലോ എനിക്കറിയില്ല. ഞാൻ ഏറ്റവും ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ഈ ഖുർആൻ ഈ രീതിയിൽ പഠിച്ചവരായിരിക്കും. ഏറ്റവും ബുദ്ധിശക്തികൾ. അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ ബുദ്ധിക്ക് ഭയങ്കര വികാസമായിരിക്കും. കാരണം ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് പ്രവർത്തിക്കും തോറും വികസിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. പ്രവർത്തിക്കാതിരുന്നാലോ അത് ചത്തുപോകും. പ്രവർത്തിക്കും തോറും വികസിക്കും. അതാണ് പ്രത്യേകത. അത് ഖുർആനാകുമ്പോഴോ ഖുർആനൊരു ബർക്കത്തുണ്ട്. ഖുർആന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരങ്ങൾക്ക് ബർക്കത്തുണ്ട്. അക്ഷരങ്ങൾക്ക് ബർക്കത്തുണ്ട്. ഞാനൊരു വെല്ലുവിളി എന്ന നിലക്കോ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കണം എന്ന നിലക്കോ പറയുകയല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഏറ്റവും സീരിയസ് ആയി കാണുന്ന പഠനം സ്കൂളിലെ പഠനമായിരിക്കും. സയൻസും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ കുട്ടി ദുർബലനാണ് എന്ന് വെക്കുക ഉണ്ടാവും. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഏറ്റവും നല്ല ട്യൂഷൻ സെന്റർ ഏതാ നോക്കല്ലേ, ട്യൂഷൻ പറഞ്ഞ ചെറിയൊരു പ്രോഗ്രസ് ഒക്കെ കാണാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങളോട് കട്ടായമായി പറയുന്നു, ആ കുട്ടിയെ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റുമോ? ആ കുട്ടി ഫിസിക്സിലേക്ക് തിരിച്ചു വരും. ആ കുട്ടിയുടെ ബുദ്ധിക്ക് മാറ്റം വരും, വ്യത്യാസം വരും. അതാണ് ഖുർആൻ സൃഷ്ടിച്ച അത്ഭുതം. അതാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു വാക്ക് എന്നുള്ള നിലക്കല്ല. പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ നടന്ന റിസർച്ചുകളുടെയും ഗവേഷണ പ്രബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഒരു വലിയ വിഷയമായതുകൊണ്ട് ഞാനതിലേക്ക് സൂചന നൽകി എന്ന് മാത്രം. ഇത് ഞാൻ പറയുന്നത് ഖുർആൻ പഠിക്കുന്നത് എന്തുകൊണ്ട്, എന്തിന് എന്ന ബോധത്തിൽ. എന്തിനാണ് എൻ്റെ മക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് എൻ്റെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയാണ്, അവരുടെ പഠനത്തിലെ വർധനവിന് വേണ്ടിയാണ്, കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇതാണ്
അതാണ്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ജുസിൽ നിങ്ങളുടെ കുട്ടിക്ക് ഹിഫ്ളുണ്ടെങ്കിൽ ആ ഹിഫ്ള് ആ കുട്ടിക്ക് നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം, ആ കുട്ടിക്ക് പറഞ്ഞതൊക്കെ ഈസി ആയിരിക്കും. നിങ്ങൾ ടഫാണെന്ന് കരുതുന്ന എല്ലാ സബ്ജക്റ്റും ആ കുട്ടിക്ക് ഈസി ആയിരിക്കും. അത് ഖുർആന്റെ ബർക്കത്താണ്. അത് ഖുർആൻ കൊണ്ട് മാത്രമേ സാധിക്കൂ. വേറെ നിങ്ങൾ ഇപ്പം ഇവിടൊക്കെ ഒരുപാട് ഈ ബുദ്ധി വികാസത്തിന് വേണ്ടിയുള്ള കുറെ മാജിക്കുകൾ ഉണ്ടല്ലോ. മറ്റേ ഞാൻ കോഴ്സിന്റെ പേരൊന്നും പറയുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവായി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ കേരളത്തിലെ ചില ഖുർആൻ സെന്ററുകളിൽ ഒരു 3 വർഷമായിട്ട് സന്ദർശിക്കാറുണ്ട്. എല്ലാ വർഷവും എനിക്കത് ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഖുർആൻ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടാണ് ആ സന്ദർശനം ഞാൻ ആരംഭിച്ചത്. ഞാൻ ആദ്യം കുട്ടികളോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയെ വിളിച്ച് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോ, ജ്യേഷ്ഠനുണ്ടോ, അനുജനുണ്ടോ? കുട്ടികൾ പറയുന്നുണ്ട്. ഓക്കെ, ആ ജ്യേഷ്ഠനോടെ അവൻ മറ്റേ എന്നെ കോഴ്സിന് പഠിക്കണം, അനുജനോടെ എന്നെ കോഴ്സിന് പഠിക്കും, അനുജത്തി എന്നെ കോഴ്സിന് പഠിക്കും. അതിൽ മെഡിസിനും എഞ്ചിനീയറിങ്ങും അക്കൗണ്ടൻസിയും ഒക്കെ പറയുന്ന കുട്ടികൾ. നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ഉപ്പ നിങ്ങളെ ഈ സ്ഥാപനത്തിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കുമ്പോൾ നിങ്ങളുടെ ജ്യേഷ്ഠന് ഡോക്ടറാണ്, അനുജൻ എഞ്ചിനീയറാണ്, മറ്റൊരു അക്കൗണ്ടന്റ് ആണ്, ഒക്കെ വലിയ വലിയ കോഴ്സുകൾ പഠിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നാറുണ്ടാവില്ല? അത്യത്ഭുതകരമായ ഉത്തരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രശ്നം? നമ്മൾ ചികിത്സിക്കേണ്ട, നമ്മൾ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ പഠിക്കുന്നത് ഏറ്റവും മോശമായ, അല്ലെങ്കിൽ ചീത്തയായ, അല്ലെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റാത്ത, ഒന്നിനും കൊള്ളാത്ത അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വെറുതെ. കോഴിക്കോട് നഗരത്തിലെ പ്രസിദ്ധമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ, ഞാൻ പേര് പറയുന്നവർക്ക് ഒരു പരസ്യം ഒന്ന് ഭയപ്പെട്ടുകൊണ്ട് പറയാതിരിക്കണം. എൻ്റെ മോൾ അവിടെ പഠിച്ചത്, ഞാൻ അതുകൊണ്ടാണ് അവരുമായിട്ട് അത്ര ബന്ധമുണ്ടായത്. ആ കോച്ചിങ് സെന്ററിന്റെ പ്രിൻസിപ്പള്, അയാൾ മുസ്ലിം അല്ല. അയാളിൻ്റെ അടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞൊരു സംഗതി, നിങ്ങളുടെ കുട്ടിക്ക് ഖുർആൻ എത്ര അറിയാമല്ല? ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ ചോദിച്ചാൽ, ഖുർആൻ പഠിച്ച കുട്ടികൾക്ക് ഞങ്ങളുടെ ഈ എക്സാമിനേഷനുകളിൽ വല്ലാത്ത മാർക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര പവറാണ് അവരുടെ മെമ്മറി പവർ. ഈ എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ ഇതാണ് മെമ്മറി പവറാണ് അവർ നോക്കുന്നത്. അല്ലാതെ ഇൽമൊന്നുമല്ല, നോളജ് അല്ല. ശരിക്കും എൻ്റെ മെമ്മറി പവറാണ്. പഠിച്ച് കുട്ടികൾ അതാണല്ലോ, ഒന്നുമില്ലാതെ പഠിക്കുന്നത്. ഇതൊരു സംഭവമാണ്. നമ്മളിതിലേക്ക് വരണം, നമ്മളിത് മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഖുർആൻ അതാണ്. ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇ വഹുദൻ വറഹ്മ വബുശ്റാ ലിൽമുസ്ലിമീൻ.